അപ്രത്യക്ഷമായി ഒരു പൂച്ചയെ കണ്ടാൽ നമ്മളെ ചിലർ ഒന്ന് ഞെട്ടും. പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അപശകുനമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും മനുഷ്യന് വളരെ പ്രിയപ്പെട്ട മൃഗമാണ് പൂച്ച. ആയിരക്കണക്കിന് വർഷം മുൻപ് ബന്ധമുണ്ടതാനും മനുഷ്യനും പൂച്ചയും തമ്മിൽ. എന്നാൽ പൂച്ചയെ ഒരു ദൈവമായി ആരാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് അതിശയം തോന്നാം. എന്നാൽ പുരാണങ്ങളിലും പുരാതന മതങ്ങളിലും പൂച്ചയെ ദൈവമായി കണ്ടിരുന്നുവെന്നും ഇതിനെ ആരാധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. പുരാതന ഈജിപ്തിൽ പൂച്ചയെ അവർ വളർത്തുമൃഗങ്ങളായി ഉപയോഗിച്ചിരുന്നു. ബാസ്തെറ്റ് അഥവാ ബാസ്റ്റ് എന്ന പേരിൽ ഒരു പൂച്ച ദൈവം അവർക്കുണ്ടായിരുന്നു. ബാസ്റ്ററ്റിനെ വീടിൻ്റെയും വളർത്തുപൂച്ചകളുടെയും കൃഷിയിടങ്ങളുടെയും രക്ഷകനായിട്ടാണ് അവർ കരുതിയത്. ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ ബാസ്റ്റ് എന്ന പൂച്ച സൂര്യഭഗവാനായ റായുടെ മകളായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ദേവതാ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പൂച്ചകളെക്കുറിച്ച് പല പുരാതന മതങ്ങളിലും പല വിശ്വാസങ്ങളും നിലവിലുണ്ട്. പൂച്ചകൾ പല വിശുദ്ധരായ ആത്മാക്കളാണെന്നും മനുഷ്യരുടെ സഹചാരികളും വഴികാട്ടികളുമാണെന്നും പറയപ്പെടുന്നു. ജപ്പാനിലെ മനോക്കിനോക്കോ എന്ന പൂച്ചയെ ഭാഗ്യത്തിൻ്റെ അടയാളമായി കരുതപ്പെടുന്നു. നോർസ് പുരാണത്തിലെ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ ഫ്രെജ് പൂച്ചകളെ പൂട്ടിയിരിക്കുന്ന രഥമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവർ എന്ന മ്യൂസിയത്തിൽ ഒരു പൂച്ചദേവതയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈജിപ്ഷ്യൻ പൂച്ച ദേവതയായ ബാസ്റ്ററ്റിൻ്റെ പ്രതിമയാണ്. ഇവ ആശയവിനിമയത്തിനു വേണ്ടി വിവിധ തരത്തിലുള്ള ശബ്ദവും ശരീരചലനങ്ങളും ഉപയോഗിക്കുന്നു. മാംസാഹാരപ്രിയരായ പൂച്ചകൾക്ക് സസ്യാഹാരം ദഹിക്കുവാനുള്ള കഴിവ് കുറവാണ്. അതുപോലെ മധുരം തിരിച്ചറിയാനും ഇവയ്ക്ക് കഴിവില്ല. എന്നാൽ ആധുനിക കാലത്ത് പൂച്ചയെക്കൊണ്ട് പല പരീക്ഷണങ്ങളും നടത്തുന്നു. അമേരിക്കയിലെ കാറ്റ്ജിനോ പ്രോജക്റ്റ് മനുഷ്യർക്കുണ്ടാകുന്ന ജനിതക വൈകല്യങ്ങളും പകർച്ചവ്യാധികളും ജീനുകളുടെ പരിണാമങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പൂച്ചയെ ഒരു പഠനവിധേയമാക്കുന്നുണ്ട്. എന്തൊക്കെയായാലും പൂച്ച മനുഷ്യന് എക്കാലത്തും പ്രിയപ്പെട്ട ഒരു മൃഗമാണ്. പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കാലങ്ങളോളം ഉള്ളതായതുകൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധം എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്സ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.